ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിൽ മന്ത്രി ഓഫീസിനുള്ളിൽ സംഘർഷം, കയ്യേറ്റം. ഏറ്റുമുട്ടിയത് റോഷി അഗസ്റ്റിന്റെ അഡീഷണൽ സെക്രട്ടറിയും ചീഫ് എഞ്ചിനീയറും. മൂന്നാം സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച നാളെ. കടും പിടുത്തവുമായി മുസ്ലിം ലീഗ്. ചർച്ച കൊച്ചിയിൽ. യുവകർഷകന്റെ മരണം, നീതി ലഭിക്കുന്നതുവരെ മൃതദേഹം ദഹിപ്പിക്കില്ല. 29 വരെ അതിർത്തിയിൽ തുടരുമെന്ന കർഷകരുടെ മുന്നറിയിപ്പ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം. നാളെ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. ഹെവി കണ്ടെയ്നർ ചരക്ക് വാഹനങ്ങൾ നഗരത്തിലേക്ക് പ്രവേശിക്കരുതെന്ന നിർദ്ദേശം. കേന്ദ്ര സർവകലാശാല ലൈംഗിക ആരോപണ പരാതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകനെ ജോലിയിൽ തിരിച്ചെടുത്തു. ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദിനെതിരായ നടപടിയാണ് പിൻവലിച്ചത്. നിരോധ സംഘടനകളുമായി ബന്ധമാരോപിച്ച് രാജസ്ഥാനിൽ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. നടപടി രാജസ്ഥാനിലെ കോട്ടയിൽ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി മദൻ ദിലാവർ. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യത. ഉത്തരാഖണ്ഡിൽ 11 പേരെ ആക്രമിച്ച പുലിയെ വനപാലകർ വെടിവച്ചു കൊന്നു. കീർത്തിനഗർ ഫോറസ്റ്റ് റേഞ്ചിലെ ഗ്രാമങ്ങളിലിറങ്ങി ജനങ്ങളെ ആക്രമിച്ച പുള്ളിപ്പുലിയെയാണ് വെടിവച്ചു കൊന്നത്. രാഷ്ട്രീയ യുദ്ധത്തിനൊരുങ്ങി ആന്ധ്രാപ്രദേശ്. TDP, JSP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആന്ധ്രയിൽ ഇത്തവണ വോട്ടെടുപ്പ് നിർണായകം. രാഷ്ട്രീയ യുദ്ധത്തിന് തയ്യാറെന്ന ചന്ദ്രബാബു നായിഡു. മയക്കുമരുന്ന് ഏജന്റുമാരെ പിടികൂടാനൊരുങ്ങി ഹൈദരാബാദ് പോലീസ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള സൂത്രധാരന്മാരെ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ് പോലീസെന്ന് ആഭ്യന്തര വകുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVഭാരത്.com സന്ദർശിക്കുക.